പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 10 കുഷ്ഠരോഗികളുടെ ചരിത്രം ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ ലേഖന കർത്താവ് സുവിശേഷം എഴുതുന്ന ലൂക്കോസ് വൈദ്യൻ എഴുതി നിർത്തുന്നത് ഹല്ലേലൂയ ദൈവം അവനെ പൂർണ്ണനാക്കി, ദൈവം അവൻ്റെ സകല രോഗത്തിൽ നിന്നും അവനെ വിടുവിച്ചു. കുഷ്ഠരോഗം സൗഖ്യമായ 10 പേരിൽ മടങ്ങി വന്ന ഹല്ലേലൂയ ഒരു ശമരിയാക്കാരനെ കുറിച്ച് പറയുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും കർത്താവ് മാറ്റി അവനെ പൂർണ്ണനാക്കി. അവൻ്റെ ജീവിതത്തിൽ മറ്റ് എന്ത് ആവശ്യമാണോ ഉള്ളത്, കുഷ്ഠരോഗം മാത്രമല്ല, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ദൈവത്തിൻ്റെ കരം ചലിച്ചു. ഇന്ന് പകൽക്കാലവും അത്ഭുതങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു. അത്ഭുതങ്ങളുടെ കർത്താവ് അതിനുള്ള താക്കോൽ നമ്മുടെ കൈവശമാണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അത് സത്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണോ, ഈ വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനുള്ള മാർഗം, അതിനുള്ള വഴി ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. എന്താ ഈ കുഷ്ഠരോഗികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? ഒന്നാമത്, വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നാം ഏത് ആവശ്യത്തിനും യേശുവിൻ്റെ അടുക്കൽ വരണം. യേശുവിൻ്റെ സന്നിധിയിലാണ് അത്ഭുതമുള്ളത്. യേശു കർത്താവ് ഹല്ലേലൂയ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിലൂടെ കടക്കുമ്പോൾ 10 കുഷ്ഠരോഗികൾ അവനെ എതിർപ്പെട്ടു. യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശുവിനെ കണ്ടുമുട്ടി. പ്രിയരെ, അത്ഭുതം സംഭവിക്കണോ, ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ യേശുവിൻ്റെ മുമ്പാകെ വരിക എന്നതത്രേ. യേശുവിനെ എതിർപ്പെടുക എന്നതത്രേ. യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും കൈവിടത്തില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ യേശുവുണ്ടോ, നിങ്ങളുടെ ഭവനത്തിൽ യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ, നിങ്ങളുടെ വീട് ഒരു അത്ഭുതത്തിൻ്റെ വീടായി മാറും. നിങ്ങളുടെ ഓഫീസ് ഒരു അത്ഭുതത്തിൻ്റെ ഓഫീസായി മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥലം അത്ഭുതത്തിൻ്റെ ഹല്ലേലൂയ ഒരു സ്ഥലമായി മാറും. യേശു ഉള്ള സ്ഥലത്ത് മാത്രമാണ് അത്ഭുതം സംഭവിക്കുന്നത്, അല്ല ശാശ്വതമായ അത്ഭുതം സംഭവിക്കുന്നത്. ലോകത്തിൽ മറ്റെന്തിനും ഒരു ആയുസ്സുള്ളപ്പോൾ, യേശുവിൻ്റെ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ അത്ഭുതത്തിന് ഹല്ലേലൂയ പരിധിയില്ല. നിങ്ങളുടെ അത്ഭുതത്തിന് ഹല്ലേലൂയ അല്പായുസ്സല്ല ഉള്ളത്, അത് എന്നേക്കും നിലനിൽക്കുന്ന ചില അത്ഭുതങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. 2, ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കൽ വരുന്ന വ്യക്തി നാണക്കേട് നോക്കാതെ, തങ്ങളുടെ പദവി നോക്കാതെ, തങ്ങളുടെ അവസ്ഥ നോക്കാതെ, തങ്ങളുടെ സാഹചര്യം നോക്കാതെ ധൈര്യത്തോടെ ഹല്ലേലൂയ യേശുവിനോട് നിങ്ങളുടെ ആവശ്യത്തെ വിളിച്ചു പറയണം. മനുഷ്യരെന്തു പറയുമെന്ന് വിചാരിക്കരുത്, കൂട്ടുകാർ എന്തു പറയുമെന്ന് വിചാരിക്കരുത്. നാണക്കേട് നോക്കാതെ നിങ്ങളുടെ ആദരം തുറന്ന് യേശു കർത്താവിനെ വിളിക്കാൻ തയ്യാറാണോ? ഇതാ ഈ 10 കുഷ്ഠരോഗികൾ ഹല്ലേലൂയ യേശുവിനെ വിളിച്ചു. യേശുനായക കരുണയുണ്ടാകണമേ എന്ന് ഉറക്ക വിളിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിനെ കണ്ടപ്പോൾ അവർ ഉറക്കത്തിലെ വിളിച്ചു. ഇവർ ഈ ഉറക്കം വിളിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇവർ 10 പേരും കുഷ്ഠരോഗികളാണ്. ഉറക്കം നിലവിളിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് ഇവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കും. എന്നാലും ഇവർ വായടച്ചു വെച്ചില്ല. പ്രിയരെ, നിങ്ങൾ വായടച്ചു വെക്കരുത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളുടെ വിഷയത്തെ അറിഞ്ഞെന്ന് പറഞ്ഞ്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളെ നോക്കി ചിരിക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കരുത്. യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ വാ തുറന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കുമോ? നിങ്ങളുടെ ചുറ്റുപാട് നോക്കാതെ, കൂടെ ഇരിക്കുന്നവരെ നോക്കാതെ, കുടുംബക്കാരെന്ത് വിചാരിക്കുമെന്ന് നോക്കാതെ യേശുവിനെ ഒന്ന് വിളിച്ചാൽ, യേശുവേ എന്നൊന്ന് ഉറക്കം വിളിച്ചാൽ നിശ്ചയമായി അത്ഭുതം സംഭവിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അത് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിനകത്തിരുന്നു കൊണ്ട് യേശുവേ എന്നൊന്ന് ഉറക്കം വിളിച്ചാട്ട്, യേശു അപ്പാ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞാട്ട്, മറ്റാര് വിചാരിക്കും, ആര് എന്തു പറയും എന്ന് നോക്കി നിൽക്കരുത്. നിങ്ങളുടെ അയൽക്കാർ കേൾക്കുമെന്ന് പറഞ്ഞ്, കൂടെ നിൽക്കുന്നവർ കേൾക്കുമെന്ന് പറഞ്ഞ്, കൂടെ ഇരിക്കുന്നവർ ചിരിക്കുമെന്ന് പറഞ്ഞ് വായടച്ചു വെക്കരുത്. ബ്രദർ, സിസ്റ്റർ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ അധരം തുറന്നൊന്ന് കർത്താവിനെ വിളിക്കുമോ, നിശ്ചയമായി ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിനകത്ത് ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാ. 3, ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. എവിടെയാണെങ്കിലും ദൈവസന്നിധിയിൽ ആരാധിക്കണം. ആരാധനയ്ക്കകത്ത് അത്ഭുതം സംഭവിക്കുന്നത്. ഇവിടെ ഇവർ വിളിച്ചു പറഞ്ഞത് യേശുവേ എന്നൊന്ന് വിളിച്ചു. യേശുവേ എന്നുള്ളൊരു വിളി തന്നെ ഒരു ആരാധനയാണ്. എന്താ അതിൻ്റെ അർത്ഥം? രക്ഷകാന. യേശുവേ, നീ അല്ലാതെ ഒരു രക്ഷകനില്ല, നീ അല്ലാതെ സഹായിക്കാൻ ആരുമില്ല. 2, കർത്താവിനെ വിളിക്കുന്ന നായക, നീയാ ഞങ്ങളുടെ നേതാവ്, നീയാ ഞങ്ങളുടെ കർത്താവ്, നീയാ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ഇതൊന്ന് അക്നോളജ് ചെയ്യാൻ, ഇതൊന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ
അത്ഭുത മന്ത്രിയുടെ കരം, വീരം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാലാമതായി ഹല്ലേലൂയ, ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം. യേശു കർത്താവ് പറയുന്ന എല്ലാം വിശ്വസിക്കണം. ഹല്ലേലൂയ, അതിലും ഉപരി പറയണം, കർത്താവേ എൻ്റെ സൗഖ്യം നിൻ്റെ പദ്ധതിയാണ്. ഞാൻ രോഗിയായി കിടക്കുന്നത്, ഞാൻ രോഗത്തിൽ യാതന അനുഭവിക്കുന്നത് ദൈവ പദ്ധതിയല്ല. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ പുറം ഉഴവുചാലും പോലെ കീറിയത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ രോഗം കണ്ട് കൈകൊട്ടുന്ന ചിരിക്കുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ അവർ മടങ്ങിപ്പോയി, പുരോഹിതനെ കാണിക്കാൻ പോയി. എന്നാൽ ഇത് മരുന്ന് തന്നില്ലല്ലോ, രോഗത്തിന് വേണ്ടി കൈവച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിശ്വാസത്തോടെ നിൽക്കുകയല്ല ചെയ്തത്. അവർ വിശ്വസിച്ചു. അവരെന്ത് വിശ്വസിച്ചു? എൻ്റെ രോഗസൗഖ്യം എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയാണ്. അവൻ്റെ വാക്കിന് ശക്തിയുണ്ട്, അവൻ്റെ പ്രവൃത്തിക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, അവൻ്റെ സന്നിധിയിൽ അത്ഭുതമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലവും ഒന്നാമത് വിശ്വസിക്കണം, എൻ്റെ രോഗസൗഖ്യം, എൻ്റെ വിടുതൽ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണും. അവസാനമായി ഹല്ലേലൂയ, പോകുന്ന പോക്കിൽ അത്ഭുതം ലഭിച്ചപ്പോൾ ഹല്ലേലൂയ മടങ്ങി വന്ന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, നന്ദി പറഞ്ഞ് വീണ്ടും അടുത്ത അത്ഭുതങ്ങളുടെ വാതിലുകളെ തുറന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്കും നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ഇന്ന് രാവിലെ നാം ചിന്തിച്ചതുപോലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അത്ഭുതമുണ്ട്. യേശുവിനെ കാണുമ്പോൾ ചുറ്റുപാടുകൾ നോക്കാതെ ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, നന്ദി പറയാൻ നാം തയ്യാറാകണം. വിശ്വസിക്കണം, എൻ്റെ രോഗസൗഖ്യം എൻ്റെ കർത്താവിൻ്റെ പദ്ധതിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.